ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക്. തോട് കളഞ്ഞെടുത്തിട്ടുള്ള പിസ്ത ഞാൻ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. അളവെന്ന് പറയുകയാണെങ്കിൽ 100-120 ഗ്രാം ഉണ്ടാവും. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ അങ്ങോട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ സ്മൂത്തായിട്ട് ഇത് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫൻ്റെ ആ ഡോ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ടുള്ള വെർമിസിലിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ബട്ടർ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിയായിട്ട് നമ്മളിതൊന്ന് ഇതാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് റോസ്റ്റ് ചെയ്താണ്, എന്നാലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 സെക്കൻഡ് ഞാനിവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നനവൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വിസ്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ. ഇതിലേക്ക് ഒരിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്ററുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ബീറ്ററുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട് കുറച്ച് നേരം അടിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെർമിസെല്ലിൻ്റെ ആ ഒരു കൂട്ടത്തിലേക്ക് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അമർത്തി കൊടുക്കുക. ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പിസ്തൻ്റെ ആ ഇതുണ്ടല്ലോ ക്രീം, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു പിസ്തേൻ്റെ ക്രീം നമ്മൾ ആ വെർമിസെല്ലിയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിസ്തേൻ്റെ ആ ഒരു ക്രീമിൽ ഈ ഒരു വെർമിസെല്ലി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതാണ് ലാസ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഇതിൻ്റെ മേളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വെർമിസെല്ലി വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് നല്ല മുരിഞ്ഞ് വറുത്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.